വെഞ്ഞാറമൂട് 16-കാരനെ മതം മാറ്റി IS-ൽ ചേർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിൽ IS-ന്റെ സൂപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയെങ്കിലും സർക്കാർ അംഗീകരിക്കുമോ? സർക്കാർ ഇതൊക്കെ അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഈ കുട്ടിയെ എയർപോർട്ടിൽ സ്വീകരിച്ചു കൊണ്ടുപോയതാരാ? കനകമല, കണ്ണൂർ ജില്ലയിലാണ് കനകമല. ഗൂഢാലോചനയിൽ പങ്കാളികളായി 3 വർഷം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് വിളിച്ചു കൊണ്ടുപോയത്. അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം അയാളുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിരുന്നെങ്കിൽ ഇയാളെ കൊണ്ടുവന്നു, കൊച്ചിനെ കൊണ്ടുവന്നു, എവിടെ കൊണ്ടുപോയിട്ടാണ്? മതപാഠശാലയിലേക്കാണ് കൊണ്ടുപോയത്. മതപാഠശാലകളിൽ എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്? മതപാഠശാലയിൽ നിന്ന് അവർ കുട്ടിയുടെ ഇതിൽ കണ്ടിട്ടായിരിക്കില്ല, കുട്ടിയുടെ വേറെ ഒരു അസുഖം കണ്ടിട്ടായിരിക്കും വീട്ടുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ടാകുക. അതൊക്കെ ആ വിധത്തിലേ ചിന്തിക്കാൻ പറ്റും. മതപാഠശാലകളിൽ എന്തെല്ലാം നടത്തുന്നു എന്നുള്ളത് അറിയാറുണ്ടോ? കുറേ നാളുകളായി കൊച്ചിയിൽ, പൊന്നാനിയിൽ, കോഴിക്കോട് ഇതേപോലത്തെ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്ന ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇപ്പം ഏറ്റവും വലിയ കുഴപ്പം നടന്ന സർവകലാശാല, ഡൽഹി സ്ഫോടനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആ സർവകലാശാല അൽ ഫലാഹ് സർവകലാശാലയാണ്. അതിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടും അറിയാത്തരം നടിക്കുന്ന ആൾക്കാരില്ലേ? ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെയും കേരളത്തിലുണ്ട്. ഞാനതൊരു ഭാഗത്ത് നിൽക്കട്ടെ, അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ കനകമല പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വാഗമൺ, അവിടെ ട്രെയിനിങ് ക്യാമ്പ് നടന്നിരുന്നു. ആ ട്രെയിനിങ് ക്യാമ്പിനെ സംബന്ധിച്ച് അത് കണ്ടവരും ഉണ്ട് എന്ന് പറഞ്ഞവരും അന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നു. അപ്പം ആര് തന്നെയാണെങ്കിലും കേരളത്തിൽ ഇവർക്ക് സ്വസ്ഥമായിട്ട് നടക്കാനും സ്വസ്ഥമായിട്ട് പ്രചരണം നടത്താനും സ്വസ്ഥമായിട്ട് റിക്രൂട്ട് ചെയ്യാനും പറ്റിയൊരു കേന്ദ്രം കേരളമായി മാറ്റാൻ കാരണം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളാണ്. അത് വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും അതാത് കാലത്ത് മാറി ഭരണം പിടിക്കാൻ വേണ്ടി ഇത്തരം ഭീകരവാദികളെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ്. പകല് മുഴുവൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കൂടെയും രാത്രിയാകുമ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങളിലും അഭയം തേടി നിൽക്കുന്ന, അഭയം തേടിയല്ല, ആ കേന്ദ്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായി മാറുന്നതിൻ്റെ ഫലമല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. പിന്നീട് കുട്ടിയല്ല പോയത്, കൊണ്ടുപോയി വീട്ടുകാർ. കുട്ടിയുടെ വീട് പന്തളത്താണ്, അച്ഛൻ്റെ വീട്. അമ്മ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. ആരാലാണ് ഗർഭം ധരിച്ചെന്നറിയില്ല. ഗർഭിണിയായുള്ള അമ്മ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അനുമാനിക്കണം. പക്ഷേ ആ സമയത്ത് കുട്ടി ആരുടെ കൂടെ താമസിച്ചത്? ഇവരുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ഇവിടെ ഇത്രയും നാൾ ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറ്റി കൊണ്ടുപോയ ആൾക്കാരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ കൂട്ടുകാരനെ ഏൽപ്പിച്ചു എന്നാണല്ലോ മനസ്സിലാക്കാൻ. പ്രേമിച്ച് കൊണ്ടുപോയി മതം മാറ്റിയതാണെങ്കിലും വേറൊരുത്തനെ, ഒരു ചെറുപ്പക്കാരനെ കൂടെ താമസിക്കുമോ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതായാലും അതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ട് ഇയാൾ നാട്ടിലേക്ക് പോയി എന്നാണ് കൊണ്ടുപോയ ആൾ. ആ കൂട്ടുകാരൻ്റെ കൂടെ താമസിപ്പിച്ച ആ കൂട്ടുകാരനാണ് ഇയാൾ ISIൽ ചേരാനും ആ പ്രവർത്തനവും ഭീകരവാദം കാണിച്ചു കൊടുക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത് എന്ന് കഥയുണ്ടാക്കിയിട്ടുണ്ട്. കഥയാകാനേ വഴിയുള്ളൂ. മറ്റവർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പത്രവാർത്ത ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ ചെകിട്ടത്തടിച്ചിട്ടുണ്ട് ആ സമയത്ത് സ്റ്റേഷനിൽ വെച്ചിട്ട് അമ്മ. അപ്പം ഇവരെ മുഴുവൻ കൃത്യമായി ചോദ്യം ചെയ്താൽ ചെറിയൊരു വള്ളിയെങ്കിലും കിട്ടും, ഒരു പിടിയെങ്കിലും, ചെറിയ. കാരണം ചെറുതല്ല ഇപ്പോൾ ഉള്ളത്, വലിയ കയറാണ്. കേരളം നമ്മുടെ ഇടയിൽ ആ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലേ? സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇപ്പോൾ തുടങ്ങിയതല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടുത്തെ എല്ലാ ഇതേപോലത്തെ സ്ഥാപനങ്ങളും സെർച്ച് ചെയ്ത് ധൈര്യമല്ലോ ചെയ്യാൻ. ഇവരൊക്കെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം വേദനിക്കും. ഇപ്പം ഇത് നടക്കുന്ന വെമ്പായവുമായി അടുത്തുള്ള പ്രദേശങ്ങളിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇതിനു മുമ്പ് അടുത്തടുത്തുള്ള ചില പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ താവളങ്ങളുണ്ട്. തൊളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരത്ത്, ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേര് പറയണം. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെല്ലാം നടക്കുന്നത് ഇവിടുത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് വന്ന ഭീകരന്മാർ ഇവിടെ പല സ്ഥലത്തും താമസിക്കുന്നതായിട്ട് പലപ്പോഴും വിവരം കൊടുത്ത ആൾക്കാരില്ലേ? അപ്പം നമ്മൾ സ്ഥിരം പറയും പോലെ തന്നെ അങ്ങനത്തെ ചില കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലെത്തുന്നില്ല? ഇനി ഭയപ്പെട്ടിട്ടാണോ? അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘത്തിലും പോലീസിലും ഇതേപോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതല്ലേ? ഇപ്പം രാജ്യസ്നേഹികളുടെ വിഭാഗം പോലീസിലുണ്ടെന്ന് പറഞ്ഞ് വലിയ ബഹളാണ്, കോലാഹലാണ്, എല്ലാമാണ്. പക്ഷെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന പോലീസിലെ മുഴുവൻ കാര്യങ്ങളും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് രഹസ്യങ്ങൾ മുഴുവൻ ചോർത്താൻ പറ്റുന്ന ആൾക്കാർ ഈ സ്ലീപ്പിംഗ് സെല്ലിലുണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് പോലീസിന് അന്വേഷിക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഒരു സ്ഥലത്ത് അന്വേഷണത്തിന് വേണ്ടി കൃത്യമായി നടപടിയെടുക്കണമെന്നും കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് പോലീസ് തീരുമാനിക്കുന്ന സമയത്ത് ആ തീരുമാനത്തെ ചോർത്തി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ പോലീസിലുണ്ടെന്നുള്ളതല്ലേ വാസ്തവം. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് പോലും അതിനെക്കുറിച്ച് വലിയൊരു ചർച്ചയാകത്ത്. എന്തുകൊണ്ടാണ്? ഇതും കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കാരണം ഇപ്പം ഈ തരം ആൾക്കാരൊക്കെ മത്സര രംഗത്തും പ്രവർത്തനത്തിനും ഒക്കെ ഉപയോഗിക്കണം. അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, മത്സരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ. UDF അതെ, ഇപ്പൊ UDF ആണ്. അപ്പം ഇവരെല്ലാവരും ഭീകര സംഘടനകളാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ സ്ഥാപനങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കേണ്ട ഇവരുടെ ആവശ്യമാണ്. ഒരു ചൊല്ലുണ്ട്, പെങ്ങളുടെ കണ്ണീർ കണ്ടാലും വേണ്ടിയില്ല, എന്താ പിന്നെ അങ്ങനത്തെ എന്തൊരു ചൊല്ലുണ്ടല്ലോ. അപ്പം അതുപോലെയാണ് ഇപ്പം സ്ഥിതി. താലി പൊട്ടിയാലും വേണ്ടിയില്ല അമ്മായിയമ്മയുടെ മകൻ, അതെ, അങ്ങനത്തെ ഒരു ചൊല്ലുണ്ട്. അതേപോലെയാണ് ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചാലും ഇല്ല, നാട് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഭീകരർ വളർന്നാലും വേണ്ടി പിന്നെ ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് രക്ഷപ്പെടണം. അത് ഈ ഭീകരന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതാണ് ഇപ്പം നാം ഇപ്പൊ തടിയംവിട നസീർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യൻ സൈനികരുടെ വെടിയേറ്റ് മരിച്ച യുവാക്കൾ ഉൾപ്പെടെ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്ന ഭീകരവാദികൾ ഉൾപ്പെടെ, ലൗകികതയെതിരെ ഇരയായി അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുന്നവർ ഉൾപ്പെടെ എല്ലാം നമ്മുടെ കൺമുൻപിൽ തെളിവുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാണെന്നറിയാം. എന്നിട്ടും ഇത് എന്തുകൊണ്ട് സർക്കാരുകൾ ശ്രദ്ധിക്കുന്നില്ല? ഇപ്പോൾ തന്നെ വരുന്നത് ഈ സെല്ലുകൾ സജീവമായി അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഒറ്റ കാര്യമുള്ളൂ, പാകിസ്ഥാൻ വിഭജനം എങ്ങനെയാണ് നടന്നത് അതേപോലെ തന്നെയാണ്. മലപ്പുറം ജില്ല എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെയാണ്. കാരണം ഈ അധികാരത്തിന്റെ ദുർമോഹത്തിന് വേണ്ടി അത് മുഴുവൻ ചെയ്യുന്ന, അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതേപോലെ സംഭവങ്ങൾ നടക്കുന്നത്. മറ്റൊന്നും കാണാത്തത് കൊണ്ടല്ല, അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവർ പഠിക്കാത്തത് കൊണ്ടല്ല. അവർക്ക് ഞങ്ങളുടെ കാലം വരെ, ഭാവിയിൽ ഇവരുടെ മക്കളെ കാര്യം കൂടി ആലോചിക്കുന്നില്ല. ഞങ്ങളുടെ കാലം വരെ ഞങ്ങൾക്ക് അധികാരത്തിൽ തൂങ്ങിക്കിടക്കണം, അതിനാരെയും പിടിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ രാജിവെച്ചിട്ട് ഈ പാർട്ടികളിലേക്ക് പോകുന്ന ആൾക്കാർ, UDFിലേക്ക് പോകുന്ന ആൾക്കാർ ആദ്യം പോകുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലേക്കാണ് പോവുക. അവിടെ പോയിട്ട് ചില ആൾക്കാരെ കൈ നക്കലും തൊഴിലൊക്കെ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ആരാണ് ഇതിനൊക്കെ പ്രേരണ കൊടുക്കുന്നത്? എങ്ങനെയാണ് പ്രേരണ കിട്ടുന്നത്? ഇതൊക്കെ ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ഈ നാടിനോടാണ് കൂറെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ മക്കളുടെ മക്കളോ ആണ് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവർ തിരിയോ? അപ്പോൾ അതല്ല ആഗ്രഹം. അവർക്ക് മുഴുവൻ താൽക്കാലികമായി രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തി അവരുടെ നിലനിൽപ്പാണ് അവർ നോക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പ്, രാഷ്ട്രീയത്തിലും വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പാണ്. ഈ ആളുകൾ ഏത് പാർട്ടിയിൽ കൂടിയിട്ട് രാജ്യം ഭരിച്ചാലും
രാജ്യത്തിൽ വന്നാലും സ്ഥാനത്തേക്ക് വന്നാലും അവർ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കും, കൂടെ നിൽക്കും. അവർക്ക് രാജ്യം പ്രശ്നമല്ല, സമൂഹം പ്രശ്നമല്ല, ഇവിടുത്തെ സമാജം പ്രശ്നമല്ല, ഇവിടുത്തെ സ്ഥാപനങ്ങൾ പ്രശ്നമല്ല, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പ്രശ്നമല്ല, ഇവിടുത്തെ വികസനം പ്രശ്നമല്ല. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം രുചിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകളും ബാക്കിയുള്ള കാര്യങ്ങളും മുഴുവൻ ഈ കേരളത്തിൽ നടക്കാൻ കാരണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും കൃത്യമായി അന്വേഷിച്ചാൽ, ലോകത്തിൻ്റെ അല്ല, ഇവിടെ സമരം നടത്തുന്നു, ആ സമയത്തെങ്കിലും ആരൊക്കെയാണ് നടക്കുന്നത്? നിരവധി സ്ത്രീകൾ, അവരുടെ കണ്ണ് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. പ്രകടനം നടത്തുന്ന ആ പ്രകടനത്തിന് വിളിക്കുന്ന മുദ്രാവാക്യം രാജ്യത്തിന് വിരുദ്ധമായുള്ള മുദ്രാവാക്യമല്ലേ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും എതിരായുള്ള മുദ്രാവാക്യമല്ലേ? അപ്പം അതിന് എന്താ ഇവർ മിണ്ടാത്തത്? കുട്ടികൾ, ജനിച്ചു വളർന്നു വരുന്ന കുട്ടികൾ, ഈ 16-കാരനെ കൊണ്ടുപോയിട്ട് എന്താ പഠിപ്പിച്ചത്? വീഡിയോ ദൃശ്യങ്ങൾ, ഭീകരപ്രവർത്തനം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളല്ലേ കാണിച്ചത്? അത് 5 വയസ്സാകുന്ന സമയത്തോ 4 വയസ്സാകുന്ന സമയത്തോ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലില്ലേ? ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളാണ്, ആയിരക്കണക്കിനല്ല. ആ സ്ഥാപനം കൂടി എന്താ പഠിക്കുന്നതെന്ന് ആർക്കാണ് അറിയുന്നത്? ആരതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ആരതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്? അഥവാ ആരെങ്കിലും പഠനം നടത്തിയിട്ട് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അതിനെ പുച്ഛി തള്ളുന്നൊരു കാഴ്ചയിലേ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ, ഇങ്ങനത്തെ ആൾക്കാർ വളർത്തുന്ന സ്ഥാപനങ്ങളാണ് കണ്ടുകെട്ടേണ്ടത്. അവിടെയാണ് അന്വേഷണം നടത്തേണ്ടത്, നിർത്തലാക്കേണ്ടത്. സത്യത്തിൽ നിർത്തലാക്കിയാലേ നടക്കും. അല്ലാതെ ഇതിൻ്റെയൊക്കെ പരിഹാരം അതാണ്. പരിഹാരം ചില പുസ്തകങ്ങളിൽ കൂടിയിട്ടും ചെറിയ സ്ഥാപനങ്ങളിൽ കൂടി നടക്കുന്നതാണ് ഈ ഭീകരവാദം. അതിലേക്ക് കൊണ്ടുപോകുന്നത്, അതിനെ സൃഷ്ടിക്കുന്നത് ആൾക്കാർ. ഇത്തരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.